ഹലോ എവ്രിവൺ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ഇന്നത്തെ ഒരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ചെറു പൊതു ഗുണിതവും വൻ പൊതു ഘടകവും എന്ന് പറയുന്ന ടോപ്പിക്കാണ്, അല്ലെങ്കിൽ LCM ആൻഡ് HCF. വളരെ രസകരമായിട്ട് പഠിക്കാൻ പറ്റുന്നതും അതേപോലെ തന്നെ അത്രത്തോളം ഇമ്പോർട്ടൻ്റും ആയിട്ടൊരു ടോപ്പിക്കാണ് HCF ആൻഡ് LCM എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ കുറച്ച് ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, അതേപോലെ കുറച്ച് ഇക്വേഷൻസും പഠിക്കുന്നുണ്ട്. എങ്ങനെയാണ് LCM കണ്ടുപിടിക്കുക, അതേപോലെ HCF എങ്ങനെയാണ് കണ്ടുപിടിക്കുക, ഇതൊക്കെ നമ്മൾ ഇന്നത്തെ ഒരു ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് ചെറു പൊതു ഗുണിതം എന്താണെന്നാണ്, അല്ലെങ്കിൽ ലസാഗു എന്താണെന്നാണ്. ലസാഗു എന്നാൽ ലഘുതമ സാധാരണ ഗുണിതം. അതാണ് അതിൻ്റെ പൂർണ്ണ രൂപം എന്ന് പറയുന്നത്. എന്താണ്? ലഘുതമ സാധാരണ ഗുണിതം. അതാണ് നമ്മൾ ഷോർട്ടായിട്ട് ലസാഗു എന്ന് പറയുന്നത്. അതിൻ്റെ ലളിത രൂപമാണ്. ഓക്കെ ആണല്ലോ. രണ്ടോ അതിലധികമോ സംഖ്യകളുടെ ഏറ്റവും ചെറിയ പൊതുഗുണിതമാണ് അവയുടെ ലസാഗു എന്ന് പറയുന്നത്. എന്താണ് ഒരു സംഖ്യയുടെ ഒന്നോ അതിലധികമോ സംഖ്യകളുടെ ലസാഗു എന്ന് പറയുന്നത്? ആ സംഖ്യകളുടെ ഏറ്റവും ചെറിയ പൊതുഗുണിതമാണ് അവയുടെ ലസാഗു. അതായത് അവയ്ക്ക് എല്ലാത്തിനും വരുന്ന ഏറ്റവും ചെറുതായിട്ടുള്ള പൊതുവായിട്ട് വരുന്ന ഗുണിതമാണ് ലസാഗു. രണ്ടോ അതിലധികമോ സംഖ്യകളുടെ ലസാഗു എന്ന് പറയുന്നത്. അപ്പോൾ അത് ക്ലിയർ ആണല്ലോ. അടുത്തത് നോക്കാം. തന്നിരിക്കുന്ന സംഖ്യകളെല്ലാം അഭാജ്യ സംഖ്യകളാണെങ്കിൽ അവ തമ്മിലുള്ള ഗുണനഫലം തന്നെയാണ് സംഖ്യകളുടെ ലസാഗു എന്ന് പറയുന്നത്. അപ്പോൾ അഭാജ്യ സംഖ്യകൾ എന്താണ്? നമ്മൾ പഠിച്ചാണ് അല്ലേ, പ്രൈം നമ്പേഴ്സ് എന്താണെന്ന് പഠിച്ചതാണ്. അഭാജ്യ സംഖ്യയുടെ പ്രത്യേകത എന്താണ്? അവയ്ക്ക് ആ സംഖ്യ അതേപോലെ ഒന്നും മാത്രമേ ഘടകങ്ങളായിട്ട് ഉണ്ടാവുള്ളൂ അല്ലേ. അങ്ങനെയുള്ള അഭാജ്യ സംഖ്യകളുടെ LCM അല്ലെങ്കിൽ ലസാഗു എന്ന് പറയുന്നത് എന്താണ്? ആ സംഖ്യകൾ തമ്മിലുള്ള ഗുണനഫലമാണ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഉദാഹരണമായിട്ട് 3, 5, 7 ഈ സംഖ്യകളുടെ ലസാഗു കണ്ടുപിടിക്കാൻ പറഞ്ഞ എന്ത് ചെയ്യും? ഈ സംഖ്യകളുടെ ഗുണനഫലം കണ്ടുപിടിച്ചതിന് ശേഷം അതായിരിക്കും അതിൻ്റെ LCM അല്ലെങ്കിൽ ലസാഗു എന്ന് പറയുന്നത്. ഇവയുടെ LCM എത്രയായിരിക്കും? 3 × 5 × 7, അതായത് 105 ആയിരിക്കും ഇവയുടെ LCM അല്ലെങ്കിൽ ലസാഗു വരുന്നത്. അപ്പോൾ ഈ ഒരു പോയിന്റ് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്തത് ഭിന്നസംഖ്യകളുടെ LCM എത്രയായിരിക്കും? ഭിന്നസംഖ്യകൾ എന്ന് പറയുമ്പോൾ എന്താണ്? 1/2, 3/4, 15/4 ഇതൊക്കെയാണല്ലോ ഭിന്നസംഖ്യകൾ. അവയുടെ LCM കാണാൻ പറഞ്ഞാൽ എന്ത് ചെയ്യും? ആദ്യം അംശങ്ങളുടെ LCM കണ്ടുപിടിക്കുക. ഏതൊക്കെയാണ് അംശങ്ങൾ? 1, 3, 15. അതിനുശേഷം ഛേദങ്ങളുടെ HCF അത് നമ്മൾ പഠിക്കാൻ പോകുന്നതേ ഉള്ളൂ. ഓക്കെ, ഛേദങ്ങൾ ഏതൊക്കെയാണ്? 2, 4, 4. അപ്പോൾ ഛേദങ്ങളുടെ HCFും കണ്ടുപിടിക്കുക. അപ്പോൾ ഭിന്നസംഖ്യകളുടെ LCM കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ ഏത് ഇക്വേഷനാണ് ഉപയോഗിക്കേണ്ടത്? ആദ്യം അംശങ്ങളുടെ LCM കണ്ടുപിടിക്കുക, അതിനുശേഷം ഛേദങ്ങളുടെ HCFും കണ്ടുപിടിക്കുക. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാതെ ശ്രദ്ധിക്കുക. ഓക്കെ, അടുത്തത് നമ്മൾ ഈ ഒരു ടോപ്പിക്, അതായത് LCM ലസാഗു എന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് 2-3 ചോദ്യങ്ങളാണ് പറയുന്നത്. അതിലെ ഒന്നാമത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്, ഒരു സംഖ്യ 8, 15, 20 ഇവയിൽ ഏത് സംഖ്യ കൊണ്ട് ഹരിച്ചാലും 3 ശിഷ്ടം കിട്ടും. എന്നാൽ അങ്ങനെയുള്ള ഏറ്റവും ചെറിയ സംഖ്യ ഏതാണ് എന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ ആണ് സംഖ്യ എന്ന് പറയുന്നത് LCM പ്ലസ് എത്രയാണോ ശിഷ്ടം. ഇവിടെ സംഖ്യകൾ ഏതൊക്കെയാണ്? 8, 15, 20. ഒരു സംഖ്യ 8, 15, 20 ഇവയിൽ ഏത് സംഖ്യ കൊണ്ട് ഹരിച്ചാലും 3 ശിഷ്ടം കിട്ടും. എന്നാൽ അങ്ങനെയുള്ള ഏറ്റവും ചെറിയ സംഖ്യ ഏതാണ്? അവിടെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഇക്വേഷനാണ് സംഖ്യ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അവയുടെ LCMും അതേപോലെ എത്രയാണ് ശിഷ്ടം വരേണ്ടത്. അത് 3 ആണെന്ന് നമുക്ക് ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? സംഖ്യ കണ്ടുപിടിക്കാം. ഇവിടെ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്: 134, 123, 132, 120. ഓക്കെ, ഇവിടെ ആദ്യം എന്താണ് വേണ്ടത്? നമുക്ക് ശിഷ്ടം ഓൾറെഡി അറിയാം അല്ലേ. LCM കണ്ടുപിടിച്ചാൽ മതി. അതായത് 8, 15, 20 ഈ സംഖ്യയുടെ LCM കണ്ടുപിടിച്ചാലോ? ഇവിടെ ഏത് സംഖ്യ കൊണ്ടാണ് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത്? 2 അല്ലേ. 8/2 4. 15നെ കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, അത് അങ്ങനെ എടുത്തെഴുതുക. 20/2 10 വീണ്ടും നമുക്ക് 2 വെച്ചതിനെ ഡിവൈഡ് ചെയ്യാം. 2 എന്ന് വരും, അതങ്ങനെ എടുത്തെഴുതുന്നു. 10/2 5. വീണ്ടും നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത് ഏതാണ്? 5 ആണ് അല്ലേ. 5 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ എടുത്തെഴുതുന്നു. 15/5 3. 5/5 എത്രയാണ്? 1 ആണ് അല്ലേ. അപ്പോൾ നമുക്ക് LCM എത്രയാണ് വരിക? LCM എന്ന് പറയുന്നത് 1 × 3 ×
2 ഇൻറ്റു 5 ഇൻറ്റു 2 ഇൻറ്റു 2, അതായത് ഇത്രയും സംഖ്യകൾ എന്താണ് നമ്മൾ ഗുണിച്ച് എഴുതണം. അപ്പോൾ ഇതെല്ലാം കൂടി ഗുണിച്ച് എത്രയാണ് കിട്ടുന്നത്? 2 ഇൻറ്റു 2 ഇൻറ്റു 5 ഇൻറ്റു 2 ഇൻറ്റു 3 ആണ് അല്ലേ? ഇത് 5 ഇൻറ്റു 2 എത്രയാണ്? 10 ആണ്. 10 ഇൻറ്റു 3 30, 30 ഇൻറ്റു 4 എത്രയാണ്? 120 ആണ് അല്ലേ? അപ്പോൾ LCM എത്രയാണെന്ന് നമുക്ക് കിട്ടി. LCM എത്രയാണ്? 120 ആണ്. ശിഷ്ടം 3 ആണ്. അങ്ങനെയാണെങ്കിൽ സംഖ്യ എത്രയായിരിക്കും? സംഖ്യ എന്ന് പറയുന്നത് 120 പ്ലസ് 3, അതായത് 123 ആണ് ആ ഏറ്റവും ചെറിയ സംഖ്യ എന്ന് പറയുന്നത്. അതായത് ഏത് സംഖ്യ കൊണ്ട് ഹരിച്ചാലും 3 ശിഷ്ടം കിട്ടും. എന്നാൽ അങ്ങനെയുള്ള ഏറ്റവും ചെറിയ സംഖ്യ എന്ന് പറയുന്നത് ഏതാണ്? 123 ആണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരമെന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി രണ്ടാമത്തെ ചോദ്യം, 11, 15, 21 എന്നീ സംഖ്യകൾ കൊണ്ട് ഹരിച്ച യഥാക്രമം 9, 13, 19 എന്നീ ശിഷ്ടങ്ങൾ വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏത്? അതായത് 11 എന്ന സംഖ്യ കൊണ്ട് ഹരിക്കുമ്പോൾ എത്ര ശിഷ്ടം വരണം? 9. 15 എന്ന സംഖ്യ കൊണ്ട് ഹരിക്കുമ്പോൾ 13 ശിഷ്ടം വരണം. 21 എന്ന സംഖ്യ കൊണ്ട് ഹരിക്കുമ്പോൾ 19 എന്ന് ശിഷ്ടം വരണം. അങ്ങനെ വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏതാണ് എന്നാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഇത് കണ്ടുപിടിക്കാൻ നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. സംഖ്യ ഈക്വൽ ടു LCM മൈനസ് പൊതുവ്യത്യാസം. പൊതുവ്യത്യാസം നമുക്ക് ആദ്യം കണ്ടുപിടിക്കാം. എത്രയാണ് പൊതുവ്യത്യാസം വരിക? 11 മൈനസ് 9. 11 എന്ന സംഖ്യ കൊണ്ട് ഹരിക്കുമ്പോൾ 9 ആണ് ശിഷ്ടം വരേണ്ടത്. അപ്പോൾ 11 മൈനസ് 9 എത്രയാണ്? 2 ആണ്. അടുത്തതോ 15 മൈനസ് 13, 2. 21 മൈനസ് 19. അപ്പോൾ എത്രയാണ് പൊതുവ്യത്യാസം എന്ന് പറയുന്നത്? 2 ആണ്. ഇനി അടുത്തത് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? LCM ആണ് അല്ലേ? LCM എന്ന് പറയുന്നത് നമുക്കിവിടെ ഒന്ന് ചെയ്ത് നോക്കാം. 11, 15, 21. ഇതിനെ ഏത് വെച്ചിട്ടാണ് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത്? 3. ഓക്കെ ആണല്ലോ. ഇവിടെ 11 അങ്ങനെ ഇറക്കി എഴുതുക. 15നെ 3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 5 എന്ന് കിട്ടും. 21നെ 3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 7 എന്ന് നമുക്ക് കിട്ടും. ഇവിടെ വെച്ച് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഇനി LCM എത്രയായിരിക്കും? 7 ഇൻറ്റു, അതായത് ഈ സംഖ്യകൾ അല്ലേ ഇങ്ങനെ വരും. ഈ ഒരു സംഖ്യകളുടെ ഗുണനഫലമാണ് 7 ഇൻറ്റു 5 ഇൻറ്റു 11 ഇൻറ്റു 3 ആണ് അല്ലേ? എത്ര വരും? 7 ഇൻറ്റു 5 35, 11 ഇൻറ്റു 3 33. എത്ര ഉത്തരം വരും? 1155 എന്ന് നമുക്ക് ഉത്തരം കിട്ടും. അപ്പോൾ LCM എത്രയാണ്? 1155. ഇനി നമുക്ക് ഇക്വേഷൻ നോക്കാം. LCM മൈനസ് പൊതുവ്യത്യാസം. LCM മൈനസ് പൊതുവ്യത്യാസം എത്രയാണ്? 2 ആണ്. ഓക്കെ, LCM എത്രയാണ്? 1155 മൈനസ് 2 എന്ന് പറയുന്നത് 1153 ആണ് അല്ലേ? അപ്പോൾ ഏറ്റവും ചെറിയ സംഖ്യ എന്നിവിടെ പറയുന്നത് ഏതാണ്? 1153 ആണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 8, 15, 20 സെക്കൻഡ് ഇടവേളകളിൽ ശബ്ദിക്കുന്ന വ്യത്യസ്തങ്ങളായ 3 അലാം ക്ലോക്കുകൾ 5:15 AM ഒരുമിച്ച് ശബ്ദിച്ചാൽ തൊട്ടടുത്ത് അവ ഒരുമിച്ച് ശബ്ദിക്കുന്ന സമയം എത്ര എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് തന്നിട്ടുണ്ട് അല്ലേ? ഇതേ രീതിയിലുള്ള പലതരം ചോദ്യങ്ങളുണ്ട്. ചിലപ്പോൾ ബൾബുകൾ ഒരുമിച്ച് മിന്നുന്നത് എപ്പോഴാണ്, അതേപോലെ ഇവിടെ പറഞ്ഞിട്ടുള്ളത് എന്താണ്? അലാറം ഒരുമിച്ച് എപ്പോഴാണ് ശബ്ദിക്കുന്നത്, അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഏത് രീതിയിലും ഇങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം? ആ സംഖ്യകളുടെ LCM കണ്ടുപിടിച്ചാൽ നമുക്കതിൻ്റെ ഉത്തരം കിട്ടും. ഇവിടെ ഏതൊക്കെയാണ് സംഖ്യകൾ? 8, 15, 20. 5:15 അല്ലേ? അപ്പോൾ 5:15 ഒരുമിച്ച് ശബ്ദിക്കുന്നത്. എന്നാൽ അടുത്തത് എപ്പോഴാണ് ശബ്ദിക്കുന്നത്, അടുത്ത ഏത് സമയത്താണ് ശബ്ദിക്കുക എന്നാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ 8, 15, 20 എന്നീ സംഖ്യകളുടെ LCM അല്ലെങ്കിൽ ലസാഗു കണ്ടുപിടിക്കാൻ പോകുന്നത്. ഇവിടെ ഏത് വെച്ചിട്ടാണ് നമ്മൾ ആദ്യം ചെയ്യുക? 2. 8 ഡിവൈഡഡ് ബൈ 2 4 ആണ്. 15 അങ്ങനെ എടുത്ത് എഴുതുന്നു. 20/2 10. ഇത് നമ്മൾ ഒരു പ്രാവശ്യം ചെയ്തതാണ് അല്ലേ? 2 എന്ന് വരും. 15, 5, 3,
5 1. അതായത് LCM എന്ന് പറയുന്നത് 1 × 5 × 2 × 3 × 2 × 2. അപ്പോൾ എത്ര വരും? 5 × 2 10, 10 × 3 30, 30 × 4 120 എന്ന് നമുക്ക് LCM കിട്ടും. ഇതെത്രയാണ്? 120 സെക്കൻഡ് ആണ്. കാരണം 8, 15, 20 എന്താണ്? സെക്കൻഡ് ആണല്ലോ. അപ്പം നമുക്ക് LCM കിട്ടിയത് എന്താണ്? 120 സെക്കൻഡ് ആണ്. 120 സെക്കൻഡ് എത്ര മിനിറ്റ് ആണ്? 2 മിനിറ്റ് ആണ് അല്ലേ? 60 സെക്കൻഡ് ആണ് ഒരു മിനിറ്റ്. അപ്പം 120 സെക്കൻഡ് എത്ര മിനിറ്റ് ആണ്? 2 മിനിറ്റ് ആണ്. അപ്പോൾ നമ്മൾ എത്ര ആഡ് ചെയ്യണം? 5:15 AM 2 മിനിറ്റ് ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 5:17 AM എന്ന് കിട്ടൂലേ? അപ്പോൾ അടുത്ത, അതായത് 5:15 ശേഷം ഈ അലാം ഒരുമിച്ച് ശബ്ദിച്ചാൽ അടുത്തത് അവ ഒരുമിച്ച് ശബ്ദിക്കുന്ന സമയം എന്ന് പറയുന്നത് 5:17 ആണ്. അതായത് ഓപ്ഷൻ ബി 5:17 AM ആണ് ഉത്തരമെന്ന് പറയുന്നത്. അപ്പോൾ ഈ ചോദ്യം ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. അടുത്തത് നോക്കാം. അടുത്ത ഭാഗത്തിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങളെല്ലാവരും PSC റാങ്ക് ബുക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തു എന്ന് വിചാരിക്കുന്നു. PSC ഉദ്യോഗാർത്ഥികൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ടൊരു ആപ്ലിക്കേഷനാണ് PSC റാങ്ക് ബുക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇനിയും ഇൻസ്റ്റാൾ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഉടനെ പോയി ഇൻസ്റ്റാൾ ചെയ്തിട്ട് യൂസ് ചെയ്ത് നോക്കാം. നമ്മുടെ ഈ ആപ്ലിക്കേഷനിൽ വിവിധ ലെവലുകളിൽ, അതായത് LP, UP, 7th, 10th, +2, ഡിഗ്രി, ഈ ലെവലുകളെല്ലാം തന്നെയുള്ള സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സിലബസ് അനുസരിച്ചിട്ടുള്ള സ്റ്റഡി നോട്ടുകളും സ്റ്റഡി പ്ലാനുകളും അവൈലബിൾ ആണ്. കൂടാതെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകളും ഓരോ ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടുള്ള MCQസും നിങ്ങൾക്കിതിൽ ചെയ്തു പഠിക്കാനായിട്ട് സാധിക്കും. നമ്മുടെ ഈ ആപ്ലിക്കേഷനിൽ ഒരുപാട് സ്റ്റഡി പ്ലാനുകൾ ഓൺഗോയിങ് ആണ്. SCERT, NCERT ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് സിസ്റ്റമാറ്റിക് ആയി പഠിക്കാൻ വേണ്ടി നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന സ്റ്റഡി പ്ലാൻ ആണ് SCERT ഗാല എന്ന് പറയുന്ന 69 ദിവസത്തെ സ്റ്റഡി പ്ലാൻ. ഈ ഒരു സ്റ്റഡി പ്ലാനിൽ 5ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള മുഴുവൻ NCERT, SCERT ചാപ്റ്റേഴ്സ് കവർ ചെയ്ത് പോകുന്നുണ്ട്. ഓരോ ദിവസവും നിങ്ങൾ പഠിക്കുന്ന ടോപ്പിക്കുകൾ തരും. അതനുസരിച്ച് കൃത്യമായിട്ട് പഠിച്ചു പോയതിനു ശേഷം നിങ്ങൾക്ക് MCQ അറ്റൻഡ് ചെയ്യാനുള്ള, അതേപോലെ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാനുള്ള അവസരം കൂടി ഉണ്ടായിരിക്കുന്നതാണ്. നമ്മുടെ ഈ ആപ്ലിക്കേഷന് ചെറിയൊരു പ്രീമിയം ചാർജ് വരുന്നുണ്ട്. 890 രൂപയാണ് 6 മാസത്തേക്ക് വരുന്നത്. എന്നാൽ 5% ഡിസ്കൗണ്ടോടുകൂടി നിങ്ങൾക്ക് പഠിക്കാനായിട്ട് ഐറൺ ഡിസ്കൗണ്ട് 5 എന്ന് പറയുന്ന ഡിസ്കൗണ്ട് കോഡ് 8921331609 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതിയാകും. അപ്പോൾ നമ്മൾ LCMനെ പറ്റി അല്ലെങ്കിൽ ലെസാഗുവിനെ പറ്റി പഠിച്ചു അല്ലേ? നമ്മൾ കുറച്ച് ഇക്വേഷൻ പഠിച്ചു, അതേപോലെ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഉസാഗയെ പറ്റിയാണ്, അല്ലെങ്കിൽ HCFനെ പറ്റിയാണ്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് HCFന്റെ പ്രോപ്പർട്ടീസ് എന്ന് നോക്കാം. ആദ്യം പറയുന്നത് ഉസാഗ എന്നാൽ ഉത്തമ സാധാരണ ഘടകം എന്നതിൻ്റെ ലളിത രൂപമാണ്. എന്താണ്? ഉത്തമ സാധാരണ ഘടകം. അതാണ് നമ്മൾ ഉസാഗ എന്നിവിടെ പറയുന്നത്. അടുത്തത് 2ഓ അതിലധികമോ സംഖ്യകളുടെ ഏറ്റവും വലിയ പൊതുഘടകമാണ് അവയുടെ ഉസാഗ. എന്താണ് 2ഓ അതിലധികമോ സംഖ്യകളുടെ ഉസാഗ എന്ന് പറയുന്നത്? ആ സംഖ്യകളുടെ ഏറ്റവും വലിയ പൊതുഘടകമാണ് ആ സംഖ്യകളുടെ ഉസാഗ എന്ന് പറയുന്നത്. അടുത്തത് ഭിന്നസംഖ്യകളുടെ HCF എന്താണ്? അംശങ്ങളുടെ HCF ഹരിക്കണം ഛേദങ്ങളുടെ LCM. നമ്മൾ LCM പഠിച്ച സമയത്ത് ഇത് നേരെ തിരിച്ചായിരുന്നു. അപ്പോൾ ഇക്വേഷൻസ് പഠിക്കുമ്പോൾ വ്യക്തമായിട്ട് പഠിക്കുക. അടുത്തത് നമ്മൾ HCFുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിന് ടൈപ്പ് 1 ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കിയാലോ. 30 സെന്റിമീറ്റർ, 45 സെന്റിമീറ്റർ, 60 സെന്റിമീറ്റർ വീതം വശമുള്ള ഒരു ലോഹക്കട്ടിയിൽ നിന്ന് ബാക്കി ഉണ്ടാകാതെ നിർമ്മിക്കാൻ സാധിക്കുന്ന ഏറ്റവും വലിയ ക്യൂബുകളുടെ വശം എത്രയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എളുപ്പമുള്ളൊരു ചോദ്യമാണല്ലേ? അതായത് 30 സെന്റിമീറ്റർ, 45 സെന്റിമീറ്റർ, 60 സെന്റിമീറ്റർ വീതമാണ് ആ ലോഹക്കട്ടിയുടെ വശങ്ങൾ എന്ന് പറയുന്നത്. വീതി, നീളം, ഉയരം എന്ന് പറയുന്നത് എത്രയാണ്? 30, 45, 60 ആണ്. ഇവിടെ ബാക്കി ഉണ്ടാകാതെ നിർമ്മിക്കാൻ സാധിക്കുന്ന ഏറ്റവും വലിയ ക്യൂബ്, അതിൻ്റെ വശം എത്രയാണ് എന്നാണ് ചോദിക്കുന്നത്. ക്യൂബിൻ്റെ പ്രത്യേകത എന്താണ്? 3 വശവും ഈക്വൽ ആയിരിക്കും. വീതി, നീളം, അതേപോലെ തന്നെ ഉയരം എന്ന് പറയുന്നത് എന്താണ്? തുല്യമായിരിക്കും. അതിൻ്റെ വശം എത്രയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിന് നമ്മൾ എന്താ ചെയ്യുക? സംഖ്യകളുടെ HCF കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ഉസാഗ കണ്ടുപിടിച്ചാൽ നമുക്ക് ഉത്തരം കിട്ടും. 30, 45, 60. അപ്പോൾ ഇത് 3മാണ് സംഖ്യകൾ. ഇവയുടെ ഉസാഗ കണ്ടുപിടിക്കുക. നമുക്ക് 5 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 6, 9, 12. ഇനി വീണ്ടും നമുക്ക് ഏത് വെച്ച് ഡിവൈഡ് ചെയ്യാം?
3 വെച്ച് ചെയ്യാം അല്ലേ? അപ്പോൾ 2, 3, 4 എന്ന് വരും. ഇവിടെ വെച്ച് നിർത്താം. അപ്പോൾ നമുക്ക് 2, 3, 4 ഇതിനെ 3നെയും മറ്റൊരു സംഖ്യ കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ വരുന്ന HCFന്റെ വാല്യൂ എത്രയാണ്? ഈ 2 സംഖ്യകളാണ് അല്ലേ? അതായത് HCF ഈക്വൽ ടു 5 × 3, അതായത് 15. ഈ ഒരു ക്യൂബ് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ വശം എന്ന് പറയുന്നത് എത്രയാണ്? 15 സെന്റിമീറ്റർ ആയിരിക്കും. ഓപ്ഷൻ ബി 15 ആണ് ഉത്തരം എന്ന് പറയുന്നത്. അടുത്തത് ടൈപ്പ് 2 ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കാം. 2 സംഖ്യകൾ തമ്മിലുള്ള അംശബന്ധം 3:7 ആണ്. സംഖ്യകളുടെ ഉസാഗ 12 ആയാൽ അവയിൽ ചെറിയ സംഖ്യ ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. അതിന്റെ സൊല്യൂഷൻ നമ്മുടെ ആപ്ലിക്കേഷനിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു ചോദ്യത്തിൽ ചെറിയ സംഖ്യ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നോക്കാം. അതിനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ചെറിയ സംഖ്യ ഈക്വൽ ടു ചെറിയ അംശബന്ധം ഗുണിക്കണം ഉസാഗ. ഓക്കെ ആണല്ലോ? അപ്പോൾ ചെറിയ സംഖ്യ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ചെറിയ അംശബന്ധം ഗുണിക്കണം ഉസാഗ. ഇവിടെ പറഞ്ഞിട്ടുള്ള എന്താണ്? 2 സംഖ്യകൾ തമ്മിലുള്ള അംശബന്ധം. ഏതൊക്കെയോ 2 സംഖ്യകളാണ്, അവ തമ്മിലുള്ള അംശബന്ധം എത്രയാണ്? 3:7 ആണ്. പിന്നെ പറയുന്നതാണ് ആ സംഖ്യകളുടെ ഉസാഗ എന്ന് പറയുന്നത് 12 ആണെങ്കിൽ അതിലെ ചെറിയ സംഖ്യ ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. ഇവിടെ നമുക്ക് ചെറിയ അംശബന്ധം അറിയാം, അതേപോലെ തന്നെ ഉസാഗയും തന്നിട്ടുണ്ട്. ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാം അല്ലേ? ചെറിയ അംശബന്ധം ഏതാണ്? ഇതില് 3 ആണ് വരിക. ഉസാഗ 12. അപ്പം എത്ര വരും? 36 എന്ന് വരും. അപ്പോൾ ഇതിൽ ചെറിയ സംഖ്യ എന്ന് പറയുന്നത് എന്താണ്? 36 ആണ്. ഓപ്ഷൻ ബി 36 ആണ് ഉത്തരവെന്ന് പറയുന്നത്. അടുത്ത ചോദ്യം LCMഉം HCFുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. നോക്കാം. 2 സംഖ്യകളുടെ LCM എന്ന് പറയുന്നത് 36 ആണ്. HCF എന്ന് പറയുന്നത് 3 ആണ്. ഒരു സംഖ്യ 12 ആയാൽ മറ്റേ സംഖ്യ എത്രയാണ് എന്നാണ് ചോദിക്കുന്നത്. ഇവിടെ LCM 36, HCF 3, അതേപോലെ ഒരു സംഖ്യ 12 ആണ്. അങ്ങനെയാണെങ്കിൽ മറ്റേ സംഖ്യ എത്രയാണെന്നാണ് ചോദിക്കുന്നത്. ഇവിടെ നമ്മൾ അറിയേണ്ട ഒരു പ്രോപ്പർട്ടിയാണ് 2 സംഖ്യകളുടെ LCMഉം HCFന്റെയും ഗുണനഫലം എന്ന് പറയുന്നത് ആ സംഖ്യകളുടെ ഗുണനഫലത്തിന് തുല്യമാണ്. അപ്പോൾ ആ ഒരു പ്രോപ്പർട്ടി വെച്ചിട്ടാണ് നമ്മൾ ഇതിന്റെ ഉത്തരം ചെയ്യുന്നത്. ഇത് റിലേറ്റഡ് ആയിട്ടും എന്താണ് PC പരീക്ഷയിൽ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണിത്. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കിയാലോ? എന്താണ് ഞാൻ പറഞ്ഞത്? LCM ഗുണിക്കണം HCF എന്ന് പറയുന്നത് എന്താണ്? ആ സംഖ്യകൾ Xഉം Yയും ആണെങ്കിൽ ആ സംഖ്യകളുടെ ഗുണനഫലത്തിന് LCMന്റെയും HCFന്റെയും ഗുണനഫലത്തിന് തുല്യം ആയിരിക്കും. ഇവിടെ X, Y എന്ന് പറയുന്നത് സംഖ്യകളാണ്. ഓക്കെ, ഇവിടെ ഒരു സംഖ്യ നമുക്ക് തന്നിട്ടുണ്ട് 12 അല്ലേ? അത് നമുക്ക് എഴുതാം. LCM എത്രയാണ്? 36, HCF 3, ഒരു സംഖ്യ 12 × Y. ഇതിൽ Y ആണ് മറ്റേ സംഖ്യ എന്ന് പറയുന്നത്. Y ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഒരു ഇക്വേഷനിലേക്ക് ആയാൽ നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാമല്ലോ. ഇവിടെ ഒരു വേരിയബിളേ ഉള്ളൂ, Y മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാം. 36 × 3/12 ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ 4 എന്ന് വരും. വീണ്ടും 36 ഹരിക്കേണ്ട 4 എന്ന് പറയുന്നത് 9 എന്ന് വരും. അപ്പോൾ Y എത്രയാണ്? 9 ആണ് അല്ലേ? ഓപ്ഷൻ ബി 9 ആണ് ഉത്തരം. ഇവിടെ ഒരു സംഖ്യ 12 ആണ്, മറ്റേ സംഖ്യ 9 ആണ്. ഈ സംഖ്യകളുടെ LCM 36ഉം HCF എത്രയാണ്? 3 ആയിരിക്കും. ഇന്ന് നമ്മൾ പഠിച്ചത് LCMഉം HCFും ആയിരുന്നു, അല്ലെങ്കിൽ ഉസാഗയും ലസാഗുവും ആയിരുന്നു അല്ലേ? അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് പഠിക്കാൻ വേണ്ടി നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന SCERT ചാപ്റ്റേഴ്സ് ആണ് 5ാം ക്ലാസ്സിലെ സംഖ്യകൾക്കുള്ളിൽ, അതേപോലെ തന്നെ 6ാം ക്ലാസ്സിലെ സംഖ്യകൾ എന്ന് പറയുന്നത്. ഈ 2 ചാപ്റ്റേഴ്സും നമ്മൾ ഒരു പ്രാവശ്യം റിവൈസ് ചെയ്ത് പോയതാണ്. പക്ഷെ എന്നാലും ഒരിക്കൽ കൂടി റിവൈസ് ചെയ്ത് പോകുന്നത് നല്ലതായിരിക്കും. അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ്റെ കാര്യം ആരും മറക്കണ്ട. PC ഉദ്യോഗാർത്ഥികൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആണ് PC റാങ്ക് ബുക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. നമ്മുടെ സ്റ്റഡി പ്ലാനൊക്കെ ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഉടനെ തന്നെ ജോയിൻ ചെയ്യാം. ഇന്ന് നമ്മൾ പഠിച്ച ടോപ്പിക്കുകളാണ് ലസാഗുവും ഉസാഗയും എന്ന് പറയുന്നത്. ഈ ടോപ്പിക്കുകൾ വളരെ ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. കൂടുതൽ ചോദ്യങ്ങൾ നമ്മുടെ ആപ്ലിക്കേഷനിൽ അവൈലബിൾ ആണ്. കൂടാതെ ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.